ഈ പരിശുദ്ധാരാധനയിൽ പങ്കെടുക്കുന്ന സമയം നമുക്ക് പ്രത്യേകമായി നമ്മുടെ അവസ്ഥ, നമ്മുടെ വ്യക്തിപരമായ ജീവിത അവസ്ഥ ഒന്ന് ചിന്തിക്കാം. ഓൺലൈനിലൊക്കെ പങ്കെടുക്കുന്നവർ നിങ്ങളായിരിക്കുന്നിടങ്ങളിൽ നന്നായിട്ട് പ്രാർത്ഥിക്കണം. ഈശോയെ, എൻ്റെ ജീവിതത്തെയാണ് ഞാൻ ഈ അൾത്താരയിൽ സമർപ്പിക്കുന്നത്. കർത്താവെ, ഈ പരിശുദ്ധ അൾത്താരയിൽ ഞാൻ സമർപ്പിക്കുന്ന കർത്താവ് വിശുദ്ധീകരിക്കണമേ, ശക്തിപ്പെടുത്തണമേ, ബലപ്പെടുത്തണമേ. ആഗ്രഹിക്കണം, പ്രാർത്ഥിക്കണം. നിങ്ങളുടെ ജീവിത അവസ്ഥ ഈ അൾത്താരയിൽ സമർപ്പിക്കുക. വിശ്വാസ അനുഭവത്തിൽ നിങ്ങൾക്ക് ഏതെങ്കിലും കുറവുകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് പ്രത്യേകം ഓർക്കുക. പ്രത്യേകിച്ച് നമ്മൾ വളർന്നു വന്ന വഴികളിൽ നമുക്ക് ഒത്തിരി വീഴ്ചകളൊക്കെ വന്നിട്ടുണ്ടാവും. ഒരുപക്ഷെ ചില പ്രശ്നങ്ങളോട് ബന്ധപ്പെട്ടൊക്കെ പള്ളി പോവാതെയോ ദൈവകാര്യങ്ങളോടുള്ള അകൽച്ചയൊക്കെ നമുക്കുണ്ടായിട്ടുണ്ടാവും. ഒരുപക്ഷെ ഇടവക ദേവാലയം, ബഹുമാനപ്പെട്ട വൈദികര്, സിസ്റ്റേഴ്സ്, പള്ളിയുടെ അധികാരപരിധിയിലുള്ള ദൈവജനം, അങ്ങനെ പല കാര്യങ്ങളിലും നമ്മൾ അടുത്ത് പ്രവർത്തിച്ചിരുന്ന ചിലരൊക്കെ ഉണ്ടാവും. ഒരുപക്ഷെ വിശ്വാസപരമായ ചില കാര്യങ്ങൾ അസ്വസ്ഥത വന്നതിന് ശേഷം അതിനോട് ചേർന്ന് പോകാതെ മാറി നിൽക്കുന്നവരുണ്ടാവും. ഈ സമയം ആ മേഖലകൾ സമർപ്പിക്കുക. ഒരുപക്ഷെ സ്ഥിരമായി ജപമാല ചൊല്ലിക്കൊണ്ടിരുന്നവർ ജപമാല കുറഞ്ഞു, വചനവായന ഉണ്ടായിരുന്നവർ വചനവായന കുറഞ്ഞു. ഒരുപക്ഷെ ഏതെങ്കിലും പ്രാർത്ഥനാ ഗ്രൂപ്പ്, മധ്യസ്ഥ പ്രാർത്ഥനാ ഗ്രൂപ്പിൻ്റെ കൂടെയൊക്കെ പ്രാർത്ഥിച്ചിരുന്ന ആരെങ്കിലുമൊക്കെ അതൊക്കെ നിന്നുപോയി. ഇപ്പോൾ വല്ലാതെ ഒരു ഞെരുക്കത്തിലൂടെ കടന്നു പോകുന്ന ചിലരുണ്ടാവും. പ്രത്യേകം സമർപ്പിക്കുക. ചിലപ്പോൾ നമ്മുടെ ഉള്ളിൽ തന്നെ നമുക്ക് തന്നെ ഒന്നിനോടൊരു താല്പര്യം തോന്നാത്ത അവസ്ഥ വരും. ഇടയ്ക്ക് ഉള്ളിൽ ചിന്തകൾ വരും, ദൈവമുണ്ടോ, എന്തിനാണ് ഇങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചിട്ട്. ഒരുപക്ഷെ നമ്മൾ ആരുടെയെങ്കിലൊക്കെ എഴുതിയ ചില പുസ്തകങ്ങൾ വായിച്ച്, ചില ലേഖനങ്ങൾ വായിച്ച് നമ്മുടെ തലയ്ക്കകത്ത് ചില തെറ്റായ ചിന്തകൾ കയറിയിട്ടുണ്ടാവും. ഇങ്ങനെയൊക്കെ പള്ളിയിൽ പോയിട്ടും പ്രാർത്ഥിച്ചിട്ടും കാര്യമുണ്ടോ, ഈ ആരാധനയിലൊക്കെ പങ്കെടുക്കുന്നുണ്ട്, ഗുണമുണ്ടോ എന്നിങ്ങനെ 100,000 ചിന്തകൾ വരും. എവിടെയെങ്കിലുമൊക്കെ കണ്ട ഒരു സിനിമയുടെ ഭാഗമാവാം, ഒരു സീരിയലിലാവാം, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള മീഡിയ മേഖലയിലൂടെ നമ്മുടെ തലയ്ക്കകത്തോട്ട് കടന്നു വന്ന ചില കാര്യങ്ങൾ നമ്മളെ പീഡിപ്പിക്കും. ഇങ്ങനെയൊന്നും പ്രാർത്ഥിക്കണ്ട, ഇതിലൊന്നും കാര്യമില്ല എന്ന് നമ്മുടെ ഉള്ളിൽ ഈ കടന്നു വന്ന തിന്മ നമ്മളെ പീഡിപ്പിക്കും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ പരിശുദ്ധ അൾത്താരയുടെ മുമ്പിൽ ആ മേഖലകൾ നമ്മൾ സമർപ്പിക്കുകയാണ്. കർത്താവെ, നഷ്ടപ്പെട്ടു പോയ വിശ്വാസാനുഭവം എനിക്ക് വീണ്ടും വേണം. കർത്താവെ, വിശ്വാസാനുഭവത്തിൽ ജ്വലിക്കാൻ എനിക്ക് ശക്തിയും ബലവും വേണം. ഞാൻ ആഗ്രഹിക്കുന്നു. നിന്റെ വീടിൻ്റെ അവസ്ഥ മനസ്സിൽ ഓർക്കണം. വീട്ടിലുള്ള നിങ്ങളുടെ മാതാപിതാക്കൾ, എന്താണ് മാതാപിതാക്കളുടെ അവസ്ഥ? മൺമറഞ്ഞു പോയെങ്കിൽ അവർക്ക് വേണ്ടി നിത്യശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഒരുപക്ഷെ നിങ്ങളുടെ മാതാപിതാക്കൾ ഒരുപക്ഷെ പ്രായമായി കിടപ്പിലായിട്ടുണ്ടാവും. ഒരുപക്ഷെ ചിലർക്കെങ്കിലും പ്രായമായി കിടപ്പിലൊക്കെ ആകുമ്പോൾ ഒരുപക്ഷെ വിശ്വാസാനുഭവങ്ങളിൽ നിന്നൊക്കെ ഒത്തിരിയേറെ അകൽച്ചകൾ സംഭവിച്ചിട്ടുണ്ടാവും. ഓർത്തോർ ദുഃഖിച്ചുകൊണ്ടും പല വിചാരപ്പെട്ടും കഴിയുന്ന അവസ്ഥയുണ്ടാവും. കുടുംബത്തിൽ പ്രാർത്ഥനയൊന്നും വേണ്ട എന്ന് പറയുന്ന ചിലരുണ്ടാകാം. നിങ്ങളുടെ മാതാപിതാക്കളുടെ അവസ്ഥ എന്താണ്? വിശ്വാസാനുഭവത്തിൽ അവര് ഏതെങ്കിലും തരത്തിൽ ക്ഷീണിച്ചു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥന വഴി നഷ്ടപ്പെട്ടു പോയിട്ടുള്ള അഭിഷേകം ഈ നിമിഷം അവർ വീണ്ടും കിട്ടട്ടെ. നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ അവസ്ഥ എന്താണ്? കർത്താവെ, കുരിശാകൃതിയിൽ എൻ്റെ കരങ്ങൾ വിരിച്ചു പിടിച്ച് എൻ്റെ ജീവിത പങ്കാളിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിന്റെ ജീവിത പങ്കാളിയുടെ വിശുദ്ധീകരണം നിന്റെ കടമയാണ്. കർത്താവെ, എൻ്റെ ജീവിത പങ്കാളി പ്രാർത്ഥന കുറഞ്ഞുപോയി, ഏതെങ്കിലും തരത്തിൽ അസ്വസ്ഥതയുണ്ട്, നിരീശ്വരവാദ പ്രസ്ഥാനങ്ങളിലുണ്ടെങ്കിൽ ഈ നിമിഷം നീ പ്രാർത്ഥിക്കുക. നിന്റെ പ്രാർത്ഥന വഴി നിന്റെ ജീവിത പങ്കാളിയിൽ ദൈവീക ഇടപെടൽ ഉണ്ടാവട്ടെ. നിന്റെ പ്രാർത്ഥന വഴി ദൈവം ഇടപെടട്ടെ. ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. മക്കളുടെ അവസ്ഥ എന്താണ്? കർത്താവെ, ഞങ്ങളുടെ മക്കൾ ഒരുപക്ഷെ വിദേശത്തൊക്കെ പോയി, അല്ലെങ്കിൽ പല സ്ഥലങ്ങളിൽ ജോലിക്കും പഠനത്തിനുമായി പോയി. ഇപ്പോൾ പ്രാർത്ഥന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടമല്ല. വീട്ടിൽ തന്നെ ചിലരുണ്ടാവും, നമ്മുടെ വീട്ടിൽ തന്നെ ചിലർ പള്ളിയിൽ പോവില്ല, പ്രാർത്ഥിക്കത്തില്ല, ദൈവവിചാരമില്ലാതെ അലസമായി കഴിയുന്നവരുണ്ടാവും. ദൈവമേ, ഞങ്ങളിതാ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ വീടിൻ്റെ അന്തരീക്ഷത്തെ സമർപ്പിക്കുന്നു. നിങ്ങളുടെ സഹോദരങ്ങളെ കുറിച്ച് ചിന്തിക്കൂ. ഒരുപക്ഷെ സഹോദരങ്ങൾ തന്നെ ഏതെങ്കിലും തരത്തിൽ പള്ളി പോവാതെ പ്രാർത്ഥിക്കാതെ ദൈവവിചാരമില്ലാതെ കഴിയുന്നുണ്ടോ?
നീ പള്ളി പോകുന്നവരെ കളിയാക്കിയും കുറ്റം പറഞ്ഞ് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്ന് പറയുന്നുണ്ടോ? കരങ്ങളിങ്ങനെ വിരിച്ചു പിടിക്കുമ്പോൾ ആ വിരിച്ചു പിടിച്ച കരങ്ങളിലേക്ക് കർത്താവ് ഈ വ്യക്തികളെയൊക്കെ ചേർത്ത് വെക്കുന്നു. ചില വ്യക്തികളുടെ മുഖങ്ങൾ, ചിലരുടെ പേരുകളൊക്കെ കർത്താവ് ഓർമ്മയിൽ കൊണ്ടുവരും. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ്. നീ താമസിക്കുന്ന വീടിൻ്റെ അയൽപക്കത്തുള്ള ബന്ധങ്ങളെ മനസ്സിലോർക്കുക. അപ്രകാരമുള്ള ആരെങ്കിലും ഉണ്ടോ? പള്ളി പോവാതെ പ്രാർത്ഥിക്കാതെ ദൈവവിചാരമില്ലാതെ കഴിയുന്ന ചില കുടുംബങ്ങളുണ്ടോ? ചിലരുണ്ടാവും. ചിലപ്പോൾ ചില പ്രശ്നങ്ങൾ ഉണ്ടായതിനു ശേഷം പള്ളി കയറാത്തവർ, ഇടവക വികാരിയച്ഛനെതിരെ, സിസ്റ്റേഴ്സിനെതിരെ, ദൈവകാര്യങ്ങൾക്കെതിരെ മല്ലയുദ്ധം നടത്തുന്ന കുറേ പേരുണ്ടാവും. കർത്താവെ, അവരെല്ലാവരെയും ഈ അൾത്താരയിലേക്ക് ചേർത്ത് വയ്ക്കും. കർത്താവെ, നിന്റെ ശക്തി വെളിപ്പെടണം. കർത്താവെ, ഈ സമയത്ത് വലിയൊരു അഭിഷേകത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗം തുറന്ന് ഈ സ്വർഗീയമായിട്ടുള്ള കൃപ, വിശ്വാസ അനുഭവം ഞങ്ങളുടെ മേലൊക്കെ വെളിപ്പെടണം. ഞങ്ങളതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് എല്ലാവരും ഒന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഓ ദൈവമേ, ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. പുതിയൊരു അഭിഷേകം, പുതിയൊരു ശക്തി ഇപ്പോൾ ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയം തന്നെ ഞങ്ങളിലൊക്കെ വെളിപ്പെടാൻ വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഓ പരിശുദ്ധാത്മാവേ, ഓ പരിശുദ്ധാത്മാവേ, വിശ്വാസ അനുഭവം നൽകണമേ. ഞങ്ങൾക്ക് ശക്തിയും ബലവും നൽകണമേ. നഷ്ടപ്പെട്ടു പോയ അനുഭവങ്ങൾ, ദൈവിക അനുഭവങ്ങൾ വീണ്ടും നൽകണമേ. കൃപയ്ക്ക് മേൽ കൃപ കൊണ്ട് നിറയണമേ. ആരാധന, 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 ആരാധന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. ഒരു നിമിഷം രണ്ട് കരങ്ങളും നെഞ്ചോട് ചേർത്ത് കണ്ണടച്ച് പ്രാർത്ഥിക്കാം. നമ്മൾ വഴി, നമ്മുടെ ഏതെങ്കിലും വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ആരുടെയെങ്കിലും വിശ്വാസ അനുഭവത്തിന് ക്ഷതമേറ്റിട്ടുണ്ടെങ്കിൽ, നമ്മൾ വഴി ആരെങ്കിലും പള്ളിയിൽ പോവാതിരിക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ കാരണം നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഇപ്രകാരമുള്ള വിശ്വാസ അനുഭവത്തിൽ ഭാരമുണ്ടെങ്കിൽ, ഇപ്പോൾ ആ മേഖലകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഒരു പക്ഷേ നമ്മുടെയൊക്കെ ചുറ്റുവട്ടത്ത് നടക്കുന്ന തിരുസഭയിലെ ചില കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ പെരുപ്പിച്ച് വർത്തമാനം പറഞ്ഞ് അവരൊക്കെ ഇങ്ങനെയാണ്, ഇവരൊക്കെ ഇങ്ങനെയാണ്, പള്ളിയിൽ പോയിട്ട് കാര്യമില്ലെന്ന് നീ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ആ അച്ഛൻ ഇങ്ങനെയാണ്, ആ കന്യാസ്ത്രീ ഇങ്ങനെയാണ്, ആ പ്രാർത്ഥനാ ഗ്രൂപ്പുകാരൻ ഇങ്ങനെയാണ്, ആ ധ്യാന കേന്ദ്രം ഇങ്ങനെയാണ്, അതുകൊണ്ട് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോവരുതെന്ന് നീ പറഞ്ഞിട്ടുണ്ടോ? ഒരു നിമിഷം ചിന്തിച്ചു നോക്കിക്കേ. നമ്മൾ മൂലം ആരെങ്കിലും പ്രാർത്ഥനാ കാര്യങ്ങൾക്ക് ഇടവ് വന്നിട്ടുണ്ടോ? ഒരുപക്ഷെ പ്രാർത്ഥനാ ഗ്രൂപ്പുകളിലുള്ളവരുണ്ടാവും. നമ്മുടെ സംഭാഷണം വഴി ആരെയെങ്കിലും നമ്മൾ വിധിച്ച് മാറ്റി നിർത്തി ഒരഭിഷേകം കുറയുന്ന തരത്തിലുള്ള ഭാരപ്പെട്ട അനുഭവത്തിലേക്ക് പോയിട്ടുണ്ടോ? യേശുവേ, യേശുവേ, മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കുന്നു. വിശ്വാസ അനുഭവത്തിൽ ഞാൻ പാലിക്കേണ്ട ജാഗ്രത പാലിക്കാതിരുന്നത് പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ ഭാരമായി മാറിയിട്ടുണ്ട്. കർത്താവെ, ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ സമയം ഓരോരുത്തരും തങ്ങളുടെ ഉത്തരവാദിത്തത്തിൻ്റെ മേഖലയിൽ സമർപ്പിക്കണം. ഒരു വൈദികൻ എന്ന നിലയിൽ ഞാൻ കാണിക്കേണ്ട ഉത്തരവാദിത്ത ബോധം, പൗരോഹിത്യ ശുശ്രൂഷ, അത് കൊടുക്കാതിരുന്നത്, വിശ്വാസ അനുഭവത്തിൽ മറ്റുള്ളവർക്ക് മാതൃകയായിട്ട് മാറാതിരുന്നത്, കർത്താവെ, കരുണയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓരോ വ്യക്തികളും ചിന്തിക്കുക. ഒരു കുടുംബനാഥൻ എന്ന നിലയിൽ, ഒരു കുടുംബനാഥ എന്ന നിലയിൽ, ഒരു ഭാര്യ എന്ന നിലയിൽ, ഒരു ഭർത്താവ് എന്ന നിലയിൽ ഏതെങ്കിലുമൊക്കെ തരത്തിൽ നിനക്ക് വീഴ്ചകൾ വന്നോ? ഒരു മകൾ എന്ന നിലയിൽ, ഒരു മകൻ എന്ന നിലയിൽ നിനക്ക് വീഴ്ചകൾ വന്നോ? നമ്മളെ കണ്ടാണ് പലരും പഠിക്കുന്നത്. നമ്മളെ കണ്ടാണ് പലരും പഠിക്കുന്നത്. കർത്താവെ, ഈ ശുശ്രൂഷ സമയത്ത് ആ മേഖലകൾ സമർപ്പിക്കുന്നു. കർത്താവിൻ്റെ വലിയ കരുണ ഞങ്ങളുടെ മേൽ വെളിപ്പെടണം. ഈശോയെ, കരുണയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കാരുണ്യം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണം, വിശുദ്ധീകരിക്കണം. പ്രിയപ്പെട്ട ദൈവജനമേ, ഒരിക്കൽ കൂടെ രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് നാവ് തുറന്ന് ഹൃദയം തുറന്ന് ഒരല്പസമയം നമ്മളൊന്ന് സ്തുതിക്കുന്ന സമയമാണ്. മറ്റൊന്നും ചിന്തിക്കേണ്ടതില്ല. എല്ലാവരും ഹൃദയം തുറന്ന് സ്തുതിക്കണം. കർത്താവേ, അങ്ങയുടെ ശക്തി ഞങ്ങൾ വെളിപ്പെടട്ടെ, എല്ലാ വ്യക്തികളിലേക്കും വെളിപ്പെടട്ടെ, പുതിയ അഭിഷേകം വെളിപ്പെടട്ടെ, തടസ്സങ്ങൾ മാറട്ടെ, കൃപയ്ക്ക് മേൽ കൃപ വെളിപ്പെടട്ടെ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ.
ഓൺലൈനൊക്കെ പങ്കെടുക്കുന്നവർ ശ്രദ്ധിക്കുക. നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ആ വ്യക്തി ഒന്ന് വിളിച്ച് നിർത്തിക്കോ. എന്നിട്ട് ആ വ്യക്തിയുടെ ശിരസിൽ നിങ്ങളുടെ വലതുകരം വയ്ക്കുക. ഇടതുകരം നെഞ്ചോട് ചേർത്ത് നിങ്ങൾ കണ്ണടച്ച് പ്രാർത്ഥിക്കണം. വലതുകരം ആ വ്യക്തിയുടെ ശിരസിൽ വെച്ച് കണ്ണടച്ച് പ്രാർത്ഥിക്കുക. ആ വ്യക്തി ആരും ആയിക്കൊള്ളട്ടെ, ആ വ്യക്തിയുടെ അവസ്ഥ എന്തും ആയിക്കൊള്ളട്ടെ, നിന്റെ പ്രാർത്ഥന അത്ഭുതങ്ങളുടെ പ്രാർത്ഥനയാണ്. നിന്റെ ഈ കൈവെപ്പ് പ്രാർത്ഥന ആ വ്യക്തിയിൽ നഷ്ടപ്പെട്ടു പോയ അഭിഷേകം ജ്വലിപ്പിക്കുന്നതിനുള്ളൊരു സമയമാണ്. ഈ സമയത്ത് നിങ്ങൾ ആ വ്യക്തിയുടെ ശിരസിൽ കരങ്ങൾ വെച്ച് കണ്ണടച്ച് ഈ വ്യക്തിയിൽ വിശ്വാസാനുഭവം വർദ്ധിപ്പിക്കണമേ എന്ന്, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കൊണ്ട് നിറയണമേ എന്ന് പ്രാർത്ഥിക്കുക. അഭിഷേകം ചെയ്യണേ, അഭിഷേകം ചെയ്യണമേ എന്നുള്ള ഗാനത്തിൻ്റെ വരികൾ നമ്മൾ പാടി പ്രാർത്ഥിക്കുമ്പോൾ ഈ വ്യക്തിയിലേക്കാണ് അഭിഷേകം ചൊരിയപ്പെടട്ടെ. ഈ വ്യക്തിയുടെ കുടുംബം അനുഗ്രഹം പ്രാപിക്കപ്പെടട്ടെ. പ്രത്യേകിച്ച് നിങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അനേകരുടെ മുഖങ്ങൾ പരിശുദ്ധാത്മാവ് ഓർമ്മയിൽ കൊണ്ടുവരും, അനേക സംഭവങ്ങൾ മനസ്സിൽ കൊണ്ടുവരും, ചിലരുടെ പേരുകൾ നിങ്ങൾക്ക് വെളിപ്പെട്ട് കിട്ടും. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഈശോ എന്നിട്ട് പറയുന്ന കാര്യം, നിങ്ങളിങ്ങനെ ഭാരപ്പെട്ടുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പ്രാർത്ഥന ഉയരുന്നിടത്ത് ഭാരം കുറയും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രത്യേകിച്ച് വിവാഹ പ്രായമെത്തിയ മകളെ ഓർത്തുകൊണ്ട് അപ്പൻ്റെ സങ്കടം, അപ്പൻ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ? കല്യാണ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചനകളൊക്കെ ഒരു വഴിക്ക് നടക്കുന്നു, നല്ല കാര്യം. അപ്പൻ മകളുടെ വിവാഹത്തിന് നടക്കുന്നതിന് പ്രാർത്ഥനയുണ്ടോ? പ്രാർത്ഥന ഉയർന്നാൽ ഭാരം കുറയും. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. കർത്താവ് ചില അടയാളങ്ങൾ നൽകി ചിലരുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്നു. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. കാലിലെ നഖം കൊഴിഞ്ഞു പോയതിന് ശേഷം അവിടെ പഴുപ്പും വേദനയും ദിവസങ്ങളായി ഒരു വ്യക്തി അനുഭവിക്കുന്ന വേദന. എന്നാൽ കർത്താവ് ഇപ്പോൾ ഈ പ്രാർത്ഥനാ ശുശ്രൂഷ സമയത്ത് അത് സൗഖ്യപ്പെടുത്തി ഒരടയാളം നൽകുന്നു. ഇതൊരടയാളമാണ്. ഇപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആ വ്യക്തി സ്വയം തിരിച്ചറിയണം, ഇതൊരടയാളമാണ്. കർത്താവ് ഈ അത്ഭുതം ഒരു അടയാളമാണ്. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. ദൈവം തന്നത് മാത്രമേ നമുക്കുള്ളൂ. ഹല്ലേലൂയാ. എല്ലാവരും ഒന്ന് ഏറ്റു പറഞ്ഞേ, ദൈവം തന്നത് മാത്രമേ എനിക്കുള്ളൂ. ദൈവം തന്നത് മാത്രമേ എനിക്കുള്ളൂ. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വ്യക്തിയുടെ ഉള്ളിലെ ഒരു സങ്കടം, എൻ്റെ പ്രാർത്ഥനാ ഗ്രൂപ്പ്, ഇടവക, അങ്ങനെ തുടങ്ങി ചില ആളുകൾ എന്നെ മാറ്റി നിർത്തി, എന്നെക്കുറിച്ച് ഇല്ലാക്കഥകൾ പറയുന്നു, എന്നെക്കുറിച്ച് ദുഷ്പേര് പറയുന്നു, എൻ്റെ അഭിമാനം അവർ നശിപ്പിക്കുന്നു. വിഷമിക്കണ്ട. ദൈവം തന്നത് മാത്രമേ നിനക്കുള്ളൂ. ഹല്ലേലൂയാ. ദൈവം തന്നത് മാത്രമേ എനിക്കുള്ളൂ. പറഞ്ഞേ, ദൈവം തന്നത് മാത്രമേ എനിക്കുള്ളൂ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കർത്താവ് തന്ന ചില കാര്യങ്ങൾ അത് ദൈവികമാണ്. ദൈവം നോക്കിക്കൊള്ളും. നിനക്ക് നഷ്ടപ്പെട്ട അഭിമാനത്തെ ഓർത്ത് നീ വിഷമിക്കണ്ടെന്ന് കർത്താവ് അത് ആവർത്തിച്ച് ഒരു സന്ദേശം പോലെ ഇപ്പോൾ ഇവിടെ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയോട് പറയുക. അത് വിഷമിക്കണ്ട. നഷ്ടപ്പെട്ടു പോയ നാട്ടുകാർ തന്ന അഭിമാനമല്ല, അത് പൊക്കോട്ടെ. പക്ഷെ ദൈവം തന്നത് നിലനിൽക്കും. ദൈവം തന്നത് മാത്രമേ നിലനിൽക്കൂ. ദൈവം നിനക്ക് തന്നിട്ടുണ്ട്, അതിനെ ഓർത്താ മതി. മുട്ടുകുത്തിക്കേ, കരങ്ങൾ കൂപ്പി പ്രാർത്ഥിക്കാം. ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുന്ന സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ, എൻ്റെ മേലും എൻ്റെ കുടുംബത്തിൻ്റെ മേലും വിശ്വാസാനുഭവത്തിൽ എപ്പോഴും നിലനിൽക്കാൻ കൃപ വേണം. പ്രത്യേകിച്ച് കരങ്ങൾ കൂപ്പി പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ ഇടവകയിൽ ഞങ്ങൾ ശക്തമായിട്ട് പ്രവർത്തിക്കും. ഇടവകയിലെ ഭക്ത സംഘടനകളുണ്ട്, അതിനോട് ചേർന്നിരിക്കും. പ്രാർത്ഥനാ ഗ്രൂപ്പുണ്ട്, അതിനോട് ചേർന്നിരിക്കും. കോട്ട ആശ്രമത്തിലെ പ്രാർത്ഥനാ ഗ്രൂപ്പുണ്ട്, ചേർന്നിരിക്കും. കർത്താവിൻ്റെ മുമ്പിൽ തീരുമാനം എടുക്കണം. വലിയ ദൈവിക ഇടപെടൽ ഉണ്ടാവട്ടെ. ആഗ്രഹിക്കുക. എല്ലാ ക്രൈസിസ് പ്രതിസന്ധികളെ സമർപ്പിക്കുക. പ്രത്യേകിച്ച് നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ ജീവിത പങ്കാളി, സഹോദരങ്ങൾ വിദേശങ്ങളിലും സ്വദേശങ്ങളിലുമുണ്ട്, എല്ലാവരെയും ഓർക്കുക. ഈ ആശീർവാദം സ്വീകരിക്കുമ്പോൾ വിശ്വസിക്കണം, കർത്താവേ, എൻ്റെ മേലും എൻ്റെ കുടുംബത്തിൻ്റെ മേലും ഞാൻ സ്വീകരിക്കുന്ന ഈ ആശീർവാദം അത്ഭുതങ്ങളുടെ ആശീർവാദമാണ്. പ്രാർത്ഥനയോടെ നമുക്ക് ഒരുമിച്ച് ഈശോയുടെ നേരെ നോക്കി
ആശീർവാദം സ്വീകരിക്കാം. ആരാധന ആരാധന യേശുവേ ആരാധന 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 യേശുവേ ആരാധന 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 രക്ഷകാരാധന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്